ശ്രീഹരേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് നമുക്ക് സുഹൃത്തുക്കളെ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും. പാഴൂർ പടിക്കൽ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ സിനിമയില്. അങ്ങനെ പാഴൂർ പടിക്കലും പടിപ്പുരയും തലക്കുളത്തൂർ ഭട്ടതിരിയുടെ കാര്യങ്ങൾ നമുക്ക് കുറച്ച് നോക്കാം അല്ലേ. പ്രസിദ്ധനായ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലയാളത്തിലാണ്. അദ്ദേഹം നല്ല വിൽപ്പന്നനും ജ്യോതിശാസ്ത്ര പാരംഗതനുമായിരുന്നു എന്ന് വേണം പറയാൻ. എന്ന പ്രസിദ്ധനാണല്ലോ നമുക്കറിയാം. അങ്ങനെ അദ്ദേഹം ജ്യോതിശാസ്ത്രത്തിലൊക്കെ അതിഗംഭീരമായ അറിവുള്ള ആളായിരുന്നു ആര്? തലക്കുളത്തൂർ ഭട്ടതിരി. ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിന് വിശേഷ വാസന ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തു താമസിക്കുന്ന കാലത്ത് അനധ്യായ ദിവസങ്ങളില്, അതായത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ തന്റെ സഹപാഠികളും ഒരുമിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ നേരം പോക്കുകൾ കാണിക്കുന്ന ശേഖരത്തിൽ അദ്ദേഹം പ്രശ്നം വെച്ച് ഫലം പറയുകയാണ് പതിവ്. ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഓതിക്കുവാൻ പുറത്തെവിടെയോ ഇറങ്ങിപ്പോയിരുന്ന സമയം ബ്രാഹ്മണ കുട്ടികളെല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി ഒരു ദിവസം. അപ്പോ ഭട്ടതിരി എന്ത് ചെയ്തു? കബഡിക്ക് പകരം കുറെ ചെറിയ പാറക്കല്ലുകൾ പെറുക്കിയെടുത്തു പ്രശ്നം വെക്കാനും തുടങ്ങി. ഓരോരാൾക്ക് ഓരോന്നിനാണല്ലോ വാസന. അദ്ദേഹത്തിന് അതിലാണ് താല്പര്യം. അപ്പോഴേക്കും ശേഷം എല്ലാവരും പ്രശ്നം കേൾക്കാനായി ചുറ്റും ചെന്നു കൂടി. അപ്പോൾ ഒരു ഉണ്ണി നമ്പൂതിരി ചോദിച്ചു, ആട്ടെ, നമ്മുടെ ഒതിക്കോന് ഉണ്ണി ഉണ്ടാകാതിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് വാരി വെച്ചു നോക്കിയാ കൊള്ളാന്ന് പറഞ്ഞു. പരിഹാസം പറഞ്ഞല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. ഉടനെ ഭട്ടതിരി പ്രശ്നം വെക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ബാലശാപം കൊണ്ടാണ് അദ്ദേഹത്തിന് കുട്ടികളില്ലാതിരിക്കുന്നത് എന്ന് പറഞ്ഞു. മറ്റൊരാൾ പറഞ്ഞു, അതിന് പ്രതിവിധി കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പൊ ഭട്ടതിരി ഒന്നുകൂടി വാരി വെച്ചു വിചാരിച്ചിട്ട് പറഞ്ഞു, പഞ്ചസാര പായസം ഉണ്ടാക്കി ഒരു സംവത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കണം. എന്നുവെച്ചാല് മതി എന്ന് അവർ പറയുന്ന അത്ര കൊടുക്കണം. അര ക്ലാസ് അങ്ങനെയല്ല. മേലാൽ കുട്ടികളെ അടിക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ണി ഉണ്ടാകും എന്ന് പറഞ്ഞു. ഭട്ടതിരിയുടെ പ്രശ്നം ആരംഭിച്ചപ്പോഴേക്കും ഓതിക്കോ നമ്പൂരി തിരിച്ചു വന്നു. ഇവരുടെ കളി എന്തെല്ലാമാണെന്ന് അറിയുന്ന ഒളിച്ചു നിന്നിരുന്നതിനാൽ പ്രശ്നവും പ്രതിവിധിയും എല്ലാം കേട്ട് മനസ്സിലാക്കിയ അദ്ദേഹം പിന്നെ അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങി പോവുകയും ചെയ്തു. ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും എല്ലാവരും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വന്നു. ഒതിക്കോ നമ്പൂരി വരുന്നത് കണ്ട് എല്ലാവരും കളി നിർത്തി അവരവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിപ്പായി. ഒതിക്കോ നമ്പൂരി പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയും പറയുകയും ചെയ്തതുമില്ല കേട്ടോ. അദ്ദേഹം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് ഉണ്ടാകാതിരുന്നു. എങ്കിലും അദ്ദേഹം കുട്ടികളെ കഠിനമായി അടിക്കാറുള്ളതിനാൽ ഭട്ടതിരിയുടെ പ്രശ്നം വാസ്തവമായിരിക്കുമോ എന്ന് സംശയം തോന്നുകയാൽ അദ്ദേഹം പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസം ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാരായ ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി. കുട്ടികളെ അടിക്കാതെയുമായി. അങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും ഒതിക്കോ നമ്പൂരിക്ക് ഉണ്ണിയുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ 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 സന്തോഷം തോന്നുകയാൽ ഭട്ടതിരിയെ വിളിച്ച്, ഉണ്ണി, നീ ജ്യോതിശാസ്ത്രം പഠിക്കണം, നീ നല്ല പ്രശ്നക്കാരനായിത്തീരുമെന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ച് പറഞ്ഞു. പോരെ? ഗുരോരനുഗ്രഹേനൈവ പുവാൻ പൂർണ്ണപ്രശാന്തയേത്. ഭഗവാൻ പറഞ്ഞതുപോലെ ഗുരുനാഥന്റെ അനുഗ്രഹത്തെ സഫലീകരിക്കണമെന്ന് വിചാരിച്ച ഭട്ടതിരി വേദാധ്യയനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു. ഉള്ളിൽ അറിവുണ്ടെങ്കിൽ പിന്നെ പഠിക്കാൻ പണിയില്ലല്ലോ. അതോടുകൂടി കാവ്യ നാടക അലങ്കാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും അഭ്യസിച്ചു തുടങ്ങി. സമാവർത്തനം കഴിഞ്ഞ് ഏകദേശം യൗവനമായപ്പോഴേക്കും ഭട്ടതിരി അതിവിദ്വാനും ഒരു നല്ല ജ്യോത്സ്യനുമായി തീർന്നു. പിന്നെന്തായി? തദനന്തരം പിന്നീട് ഭട്ടതിരി വിവാഹം ചെയ്തു ഗൃഹസ്ഥനായി താമസിക്കുന്ന കാലത്ത് ഒരു പുത്രനുണ്ടായി. പുത്രന്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായി പരിഗണിച്ചെഴുതുകയും ആരും വേണ്ടല്ലോ ആയുർബലം വളരെ ഉള്ളതായി കാണപ്പെടുകയും ചെയ്തു. എങ്കിലും ആണ്ട് തികയുന്നതിന് മുമ്പ് ഞാൻ ശിശു മരിച്ചുപോയി. അപ്പൊ ഇദ്ദേഹത്തിന്റെ ജ്യോതിഷം തെറ്റിയില്ലേ? ഭട്ടതിരിക്ക് വളരെ വ്യസനമുണ്ടായിരുന്നു. മാത്രമല്ല ജ്യോതിശാസ്ത്രം വിശ്വാസയോഗ്യമല്ലായിരിക്കുമോ എന്നൊരു ശങ്കയും ജനിച്ചു. ഉടനെ ഈ സംശയം തീർക്കുന്നതിനായി മൃതജാതകം കൊണ്ട് പരദേശത്ത് തഞ്ചന്നൂരിൽ
ആൾവാർ എന്ന പ്രസിദ്ധനായ മഹാന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. മൃതശരീരല്ലാട്ടോ, മരിച്ച കുട്ടിയുടെ ജാതകം. ഭട്ടതിരി അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആഗമനം ആൾവാർക്ക് മനസ്സിലാവുകയാ. അങ്ങനെ മനസ്സിലാവുമല്ലോ ഈ ജ്യോത്സ്യർക്ക്. നല്ല ജ്യോത്സ്യരാണെങ്കിൽ പോകുന്നവരെ ഒരു ലക്ഷണം മനസ്സിലാവും. തന്റെ ശിഷ്യരോട് പറഞ്ഞു, ഒരു മൃതജാതകവും കൊണ്ട് ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും. അദ്ദേഹം വന്നാൽ ആ മൃതജാതകം പുറത്ത് വെച്ച് ഇവിടെ കയറിയിരിക്കാൻ പറയണട്ടോ. പറഞ്ഞിട്ട് നിത്യകർമാനുഷ്ഠാനികൾക്കായി പോയി അദ്ദേഹം. ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഗുരുനാഥന്റെ കൽപ്പനയെ ശിഷ്യർ ഭട്ടതിരിയെ അറിയിക്കുകയും ആൾവാരുടെ യോഗ്യതയിൽ വിസ്മയാകുലനായി ഭട്ടതിരി മൃതജാതകം ദൂരെ കളഞ്ഞ ഗൃഹത്തിനുള്ള പ്രവേശിച്ചിരിക്കുകയും ചെയ്തു. കളയണമെന്ന് ഇദ്ദേഹം പറഞ്ഞില്ല, പുറത്തു വെക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ കളഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു തമ്മിൽ സംസാരിച്ചു. ഭട്ടതിരിക്കുണ്ടായ സംശയം തീർത്തു. ജ്യോതിശാസ്ത്രം ഒരിക്കലും അബദ്ധമായി വരുന്നതല്ലെന്നും ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടദേവത ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാതെ ഇരുന്നാൽ അതിന്റെ ഫലം ശരിയായി കണ്ടില്ലെന്ന് വന്നു പോകാമെന്നേ ഉള്ളൂ എന്നും ആൾവാർ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ പറഞ്ഞത്, ഞാൻ എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ദേവതോപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി. ആര് മനസ്സിലാക്കി? ഭട്ടതിരി. അങ്ങനെ തിരിച്ചു പോരുകയും ചെയ്തു. ഭട്ടതിരി തിരിച്ചു വരുമ്പഴി തന്നെ തൃശ്ശൂർപ്പേരൂർ വന്ന് വടക്കനാഥനെ ഭജിച്ചുകൊണ്ട് ഒരു വിശിഷ്ട മന്ത്രം എങ്ങനെ ചൊല്ലി അക്ഷരസംഖ്യ കഴിച്ച് താമസിച്ചു അവിടെ. അക്കാലത്ത് അവിടെ ദേവന് ചാർത്തിയിരുന്ന തൃക്കണ്ണ് മോഷണം പോവുകയും ചെയ്തു. അനേകം പ്രശ്നക്കാരെ വ്യക്തി പ്രശ്നം വെപ്പിച്ചു നോക്കുകയും ചെയ്തു. പ്രശ്നക്കാർ മോഷ്ടാവിന്റെ നിറം കറുത്തതാണെന്നും നാമാക്ഷരങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ എന്നും അവയിൽ ആദ്യത്തേത് ക എന്നും രണ്ടാമത്തേത് ഇക്ക എന്നും ഒന്ന് കക്കയാ ആണെന്നും വിധിച്ചു. അതിനാൽ ക്ഷേത്ര സംബന്ധികളിൽ ഒരുവനും കറമ്പനുമായ കാക്കു എന്നൊരുവനെ പിടികൂടി ബന്ധനത്തിലാക്കി. ദിവസം തോറും ഓരോ വിധത്തിൽ ഹേമദണ്ഡങ്ങൾ ചെയ്തു തുടങ്ങി. എങ്കിലും യാതൊരു തെളിവും ഉണ്ടായില്ല. അദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ഭട്ടതിരി ഭജനം കഴിഞ്ഞല്ലാതെ പ്രശ്നം വെക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നതിനാലും പിന്നീട് അക്കാലത്ത് മൗനവ്രതത്തിലായിരുന്നത് കൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുന്നതിന് തരമില്ലായിരുന്നു. ഇത് കഴിയുന്നത് വരെ മൗനവ്രതത്തിലാണ് എന്ന് അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രേ. ഭജനം കാലം കൂടിയതിന് ശേഷം ഭട്ടതിരിയെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുകയും തൃക്കണ്ണ് കൊണ്ടുപോയത് കാക്കയാണെന്നും വടക്കുമാറിയുടെ തെങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നും വിധിക്കുകയും അപ്രകാരം മോഷണ ദ്രവ്യം, അതാണ് കാന്നും പറഞ്ഞത്, പാവം കാക്കുവിന് തല്ല് കിട്ടുകയും ചെയ്തു. അതിനാൽ കൊച്ചി മഹാരാജാവ് സന്തോഷിച്ചു. ഭട്ടതിരിക്ക് അനേകം ബിരുദങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. അതിന് ശേഷം ഭട്ടതിരി എന്ത് ചെയ്തു എന്ന് വെച്ചാല് തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിലെ സന്നിധിയിലും ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞു, ജാതകങ്ങൾ എഴുതി കൊടുക്കുകയൊക്കെ ചെയ്തു. എല്ലാം ശരിയായി ഒത്തുവരികയാൽ അനേക സമ്മാനങ്ങൾ വാങ്ങുകയുണ്ടായിട്ടുണ്ട്. പിന്നീടോ ഭട്ടതിരി തിരുവനന്തപുരത്ത് ഇരുന്ന് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം എന്തുണ്ടായിരുന്നു, മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഭട്ടതിരിയോട്, ഞാൻ നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ മതിൽക്കകത്തേക്ക് കടക്കുന്നത് ഏതിലേ കൂടിയായിരിക്കും എന്ന് കൽപ്പിച്ചു ചോദിച്ചു. അതിന് മറുപടിയായി ഭട്ടതിരി, അതെനിക്കറിയാമെങ്കിൽ ഇപ്പോൾ തിരുമനസ് അറിയിക്കുന്നില്ല. നാളെ എഴുന്നള്ളുന്ന സമയം എനിക്കറിയാമെന്ന് ഞാൻ ഇപ്പോൾ അറിയിച്ചത് വാസ്തവമാണെന്ന് അവിടേക്ക് ബോധ്യപ്പെടും. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്കിപ്പോ അറിയും ചെയ്യാം, പക്ഷെ ഞാൻ ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു. തിരുമനസ്സുകൊണ്ട് എന്ത് ചെയ്തു, പതിവായി മതിലക്കകത്ത് എഴുന്നള്ളുക കിഴക്കേ ഗോപുരത്തിൽ കൂടിയായിരുന്നു. മേൽപ്പറഞ്ഞ പ്രകാരം സംഭാഷണം നടന്നതിന്റെ പിറ്റേ ദിവസം പോകുമ്പോ കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളിയ സമയത്ത് കിഴക്കേ ഗോപുരത്തിന്റെ തെക്ക് വശത്തായി എഴുന്നള്ളി നിന്നുകൊണ്ട്, ഇന്ന് ഞാൻ ഇതിലെയാണ് മതിൽക്കകത്തേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടെ മതിൽ വെട്ടിപ്പൊളിക്കട്ടെ, എന്തെന്നാണോ കുറവ് എന്ന് കൽപ്പിച്ചു. ഉടനെ മഴവും തൂമ്പയും എല്ലാം കൊണ്ട് വേലക്കാരെത്തി മതിൽ വെട്ടിപ്പൊളിച്ചു തുടങ്ങി. മതിലിന്റെ കല്ലുകൾ കുറെ പൊളിച്ചപ്പോൾ ഒരു കല്ലിന്റെ ഇടയിൽ ഒരോലത്തുണ്ടിരിക്കുന്നത് കണ്ടു. ഉടനെ അദ്ദേഹം ചോദിച്ചു, അതെന്താണ്, കാണട്ടെ എന്ന് കൽപ്പിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഹരിക്കാരൻ കഷ്ണം എടുത്ത് തൃക്കൈയിൽ കൊടുത്തു. തിരുമനസ്സുകൊണ്ട് അത് വാങ്ങിച്ച് വായിച്ചു നോക്കിയാൽ അതിൽ ഭട്ടതിരി സ്വന്തം കൈയക്ഷരത്തിൽ ഇതിലേ എഴുന്നള്ളും. എന്താ നോക്കിക്കോ,
എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടു. തിരുമനസ് വളരെ സന്തോഷിക്കുകയും ചെയ്തു, വിസ്മയിക്കുകയും ചെയ്തു. ആ വേണ്ടാതെ പണിയല്ലേ ആ മതിലെല്ലാം പൊളിച്ചത്. ഭട്ടതിരി അപ്പോൾ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ തിരുമനസ്സുകൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ വീരശൃംഖല വരുത്തി ഭട്ടതിരിയുടെ 2 കൈയിന്മേലും എഴുവെച്ചു. ഓഹോ! അതിന്റെ ശേഷം മതിലേ തന്നെ മതിൽക്കകത്തേക്ക് എഴുന്നള്ളുകയും ഇനി ഇവിടം കെട്ടിയടക്കണ്ടാട്ടോ, ഭട്ടതിരിയുടെ സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിൽ വെപ്പിക്കണം എന്ന് കൽപ്പിക്കുകയും അപ്രകാരം അവിടെ ഒരു വാതിൽ വെപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ചെമ്പകത്തിൻ മൂട്ടിൽ നട എന്ന് പറഞ്ഞു വരുന്ന വാതില് ഇപ്രകാരാണ് ഉണ്ടായിട്ടുള്ളത്. മഹാരാജാക്കന്മാർ മതിൽക്കകത്തേക്ക് ഇപ്പോഴും മതിലാണ് എഴുന്നള്ളുക പതിവ്. ഇങ്ങനെ പല കാരണവശാൽ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഭട്ടതിരിക്ക് പല സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്രകാരം തന്നെ കോഴിക്കോട്, ചിറക്കൽ മുതലായ രാജസന്നിധികളിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾക്ക് കണക്കില്ല കേട്ടോ. ബഹുന കാലക്രമേണ ഭട്ടതിരി ജാതകമെഴുത്തുകൊണ്ടും പ്രശ്നം കൊണ്ടും വിശ്വവിശ്രുതനായി തീർന്നെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനധികം പറയുന്നു അത് മതി. ഭട്ടതിരിയുടെയും പ്രസിദ്ധനായ വില്ലമംഗലത്ത് സ്വാമിയാരുടെയും ജീവിതകാലം ഒന്നായിരുന്നു, സമകാലീനർ എന്ന് പറയില്ലേ എന്നാണ് സൂക്ഷ്മ അന്വേഷികളായിട്ടുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത്. സ്വാമിയുടെ ജീവിതകാലം കൊല്ലവർഷം 350-നും 450-നും മധ്യയായിരുന്നു. 100 വർഷം എന്ന് പല ലക്ഷ്യങ്ങളുള്ളതും ഭട്ടതിരി പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുള്ള രക്ഷയിൽ ഗോവിന്ദമർക്ക എന്നുള്ള കലിസംഖ്യ ഈ കാലത്തോട് അടുത്തിരിക്കുന്നത് കൊണ്ടും എന്തുണ്ടായി, മേൽപ്പറഞ്ഞതുപോലെ ഇവർ രണ്ടുപേരും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണെന്ന് തന്നെ നമുക്ക് ഊഹിക്കാട്ടോ. ഈ സംഗതിയെ ബലപ്പെടുത്തുന്ന ഒരു കഥ കേട്ടിട്ടുള്ളത് കൂടി ഇവിടെ പറഞ്ഞുകൊള്ളുന്നു. വില്ലുമംഗലത്ത് സ്വാമിയാർക്ക് അതികഠിനമായ ഒരു വയറുവേദന ഉണ്ടായിത്രേ. അദ്ദേഹം അതിന്റെ ദുസ്സഹത്വം നിമിത്തം സഹിക്കാൻ വയ്യായിക. ഇതിനെന്ത് വേണ്ടു എന്ന് ശ്രീകൃഷ്ണ സ്വാമിയുടെ അടുക്കൽ പല പ്രാവശ്യം ചെന്ന് ചോദിച്ചു. അവര് സംവദിക്കുന്ന ആൾക്കാരാണല്ലോ. ഒന്നും മറുപടി ശ്രീലകത്തൊന്നുണ്ടായില്ല. സ്വാമിയാർക്ക് ശ്രീകൃഷ്ണൻ പ്രത്യക്ഷനാണെന്ന് പ്രസിദ്ധാണല്ലോ, എല്ലാവർക്കും അറിയാതെ. അങ്ങനെ ചോദിച്ചിട്ട് പൊന്നുണ്ണി ഒന്നും ഉത്തരം പറഞ്ഞില്ല. അതിനാൽ സ്വാമിയാർ തന്റെ പ്രിയ വയസ്സനും ദക്ഷിണാമൂർത്തി ഭക്തമണിയുമായ ശിവാങ്കൽ എന്ന യോഗീശ്വരനോട് ഈ വിവരം പറഞ്ഞു. അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു എന്നോ, ഒരു സിന്ദൂരം കൊടുത്തു. സ്വാമിയാർ അത് വാങ്ങി സേവിക്കുകയും ഉദരവ്യാധി ശമിക്കുകയും ചെയ്തു. പിന്നെ ഒരു ദിവസം സ്വാമിയാർ തന്റെ ദീനം ഭേദമായ വിവരം ശ്രീകൃഷ്ണസ്വാമിയെ പ്രത്യക്ഷമായപ്പോൾ അറിയിച്ചു. അപ്പൊ ഉണ്ണിക്കണ്ണനോട് പറഞ്ഞു, പിന്നെ സ്വാമി എന്നൊക്കെ പറഞ്ഞ ഉണ്ണിയല്ലേ, അപ്പോൾ ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് 3 ജന്മം കൂടെ അധികമാക്കി തീർത്തു, അത്രയേ ഉള്ളൂ എന്ന് ഭഗവാൻ അരുളി ചെയ്തുടനെ അറിയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ സ്വാമിയാർക്ക് വളരെ വ്യസനമായി. അങ്ങനെയെങ്കിൽ ഈ ജന്മം കൊണ്ട് ഈ വയറുവേദന വീടട്ടെ ആണ് വിചാരിച്ചത് ഞാൻ എന്നാണ് ഭഗവാൻ പറയുന്നത്. അതുകൊണ്ട് ആ സിന്ദൂരം കഴിച്ചത് കൊണ്ട് ഇനി 2 ജന്മം കൂടി വയറുവേദന അനുഭവിക്കണം. ഇനിയത്തെ ജന്മങ്ങളിൽ ഞാൻ ആരായിരിക്കുമെന്ന് അറിയുന്നതിനെ ഉടനെ തലക്കുളത്തൂർ ഭട്ടതിരിയെ വരുത്തി വിചാരിപ്പിച്ചു നോക്കി. അപ്പോൾ ഭട്ടതിരി പറഞ്ഞു, ഇനി അവിടേക്ക് ചേരപ്പാമ്പ്, കാള, തുളസി, ഇങ്ങനെയാണ് 3 ജന്മങ്ങൾ ഉള്ളത്. ആ 3 ജന്മങ്ങളിലും മനുഷ്യനായിട്ട് ഞാനും ജനിക്കും. അവിടേക്കൊന്ന് ഓരോ ആപത്തുകൾ സംഭവിക്കുകയും രക്ഷിക്കുന്നതിന് ഞാൻ അടുക്കലുണ്ടായിരിക്കുകയും ചെയ്യും. ആര് പറഞ്ഞു? ഈ ഭട്ടതിരി. തുളസിയായിട്ടുള്ള 3ാമത്തെ ജന്മത്തിൽ അവിടേക്ക് സായുജ്യം കിട്ടുകയും ചെയ്യും. പിന്നെ സംസാര ദുഃഖം അനുഭവിക്കണ്ടല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് കഥ. ഈ കഥയോടുകൂടി നമുക്ക് ഇന്നത്തെ ഭാഗം ഭഗവത്പാദങ്ങൾ സമർപ്പിക്കാം. ഇനിയും ഉണ്ട് പറയാം. നാളെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നാളെ പറയാം അല്ലേ?